യോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെ മനസ്സിലാക്കുക എന്നത് നിങ്ങളുടെ സ്വയം ഉത്തരവാദിത്തമാണ് എന്നതിനെക്കുറിച്ചാണ്. ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം ആരെല്ലാമാണ് ബന്ധത്തിലേക്ക് കടന്നു വരുന്നതെന്ന് സ്വയം മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല, ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റാരെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കുമെന്ന് കരുതുക? അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സത്ത. അത് നിങ്ങൾക്ക് വളരെ വളരെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളോട് ഏതു വിധത്തിൽ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് സ്വയം പെരുമാറുന്നുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് പെരുമാറുന്നില്ലെങ്കിൽ ഒന്നിനും ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നത്. അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല, ഒരു മതിപ്പുമില്ല, നിങ്ങൾക്കതിന് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നലാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടേയിരിക്കും. ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകളാണ് അതിന് നിദാനം. ആളുകൾ അതിൻ്റെ പ്രഭാവം മാത്രമാണ്. നിങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ തുടങ്ങണം. ആ സിഗ്നൽ നിങ്ങൾ പ്രസരിപ്പിക്കണം. ആ തരംഗദൈർഘ്യം കൈവരിക്കണം. അപ്പോൾ ആകർഷണ നിയമം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞു കവിയും. ധാരാളം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാറുണ്ട്. സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നെന്ന ധാരണയിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. തെറ്റാണത്. ത്യാഗം ചെയ്യുക എന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം എല്ലാവർക്കും തികയുവോളമില്ല, അതിനാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്ന പോലെയാണത്. ഇത്തരം വികാരങ്ങൾ സുഖാനുഭവം നൽകില്ല, പിന്നീട് അമർഷവും ഖേദവും ഉണ്ടാകാൻ സ്വയം കാരണമാവുകയും ചെയ്യും. എല്ലാവർക്കും ആവശ്യമുള്ളത് സമൃദ്ധമായി ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവനവന് വേണ്ടത് നിങ്ങൾ ആവശ്യപ്പെട്ട് വാങ്ങുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. മറ്റൊരാൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനും വികാരം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പരിചരിക്കുകയാണ് നിങ്ങളുടെ ജോലി. സുഖാനുഭവം എന്നതിന് നിങ്ങൾ മുൻഗണന നൽകുമ്പോൾ ആ വിശിഷ്ടമായ തരംഗം പ്രസരിക്കുന്നു. അത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്നു. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എനിക്ക് തരാനുണ്ട്, നിങ്ങൾ ഇനിയും എനിക്ക് കൂടുതൽ തരണമെന്ന് മറ്റൊരാളെ ചൂണ്ടി ഒരിക്കലും പറയരുത്. പകരം നിങ്ങൾ നിങ്ങൾക്ക് സ്വയം കൂടുതൽ നൽകുക. ഒരർത്ഥത്തിൽ നിങ്ങൾ സ്വയം പൂർണ്ണതയോളം പഠിക്കുക. അപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുക. നിങ്ങളൊരു കാന്തമായി മാറുന്നത് വരെ. നമ്മളിൽ പലരും സ്വന്തം കാര്യം ഏറ്റവും അവസാനം പരിഗണിക്കുക എന്നത് പഠിച്ചു വളർന്നവരാണ്. അതിൻ്റെ ഫലമായി നമ്മൾ മതിപ്പില്ലാത്തവരാണ്, അർഹതയില്ലാത്തവരാണെന്ന വികാരത്തെ നമ്മൾ സ്വയം ആകർഷിച്ചെടുത്തു. ആ വികാരം നമ്മുടെ ഉള്ളിൽ കുടിയേറിയതോടെ സമാനമായ സാഹചര്യങ്ങൾ കൂടുതലായി വന്നു ചേരാൻ തുടങ്ങി. അത് കാരണം നമ്മൾ വില കുറഞ്ഞവരും ഇല്ലാത്തവരുമാണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടാനും തുടങ്ങി. ആ ചിന്താരീതി നിങ്ങൾ മാറ്റിയേ തീരൂ. അളവറ്റ സ്നേഹം അവനവന് തന്നെ നൽകുക എന്ന ആശയം കഠിനവും ക്രൂരവുമാണെന്ന് ചിലർക്കെങ്കിലും തീർച്ചയായും തോന്നുന്നുണ്ടാകും. അനന്തമായ ശക്തിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഒന്നാമതെത്തുമ്പോൾ രണ്ടാമതെത്തുന്നയാൾക്ക് മൂല്യമേറുകയാണ്. രണ്ടാമത്തേതിന് സ്ഥായിയായ ഗുണം ലഭിക്കാൻ അതുമാത്രമാണ് മാർഗമെന്നും നാം മനസ്സിലാക്കിയാൽ ഇതിനെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും. ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നും ഉണ്ടാകില്ല. അതിനാൽ ആദ്യം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക എന്ന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ സന്തോഷത്തിന് ആവശ്യമായത് ആദ്യം ചെയ്യുക. ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്ക് തന്നെയാണ്. നിങ്ങൾ സ്വന്തം സന്തോഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾക്ക് സുഖാനുഭവം പകരുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരും.
നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കുഞ്ഞിനും ഓരോ വ്യക്തിക്കും നിങ്ങൾ ഒരു ഉജ്ജ്വലമായ മാതൃകയായി മാറും. നിങ്ങൾ ആനന്ദം അനുഭവിക്കുമ്പോൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയേ വരില്ല. സ്വാഭാവികമായി കവിഞ്ഞൊഴുകലായി അത് സംഭവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.